മമ്മൂട്ടിയും മോഹൻലാലും ശ്രീലങ്കയിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ശ്രീലങ്കയിൽ. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണിത്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു സിനിമ വരികയാണ്. സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ശ്രീലങ്കയിലായിരിക്കും സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനുകളിൽ ഒന്ന്. ഭൂരിഭാഗവും ശ്രീലങ്കയിൽ തന്നെ ചിത്രീകരിക്കാനിരിക്കുന്ന സിനിമയുടെ സംവിധായകനായി എത്തുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ നേരെ തിരിച്ചുള്ള ഒരു വലിയ സർപ്രൈസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംവിധായകനായി എത്തുന്നത് മഹേഷ് നാരായണനാണ്. മഹേഷ് നാരായണനും മമ്മൂട്ടിയും ഫഹദ് ഫാസിലും സുരേഷ് ഗോപിയും ഒക്കെ ഒരുമിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്ന ലെവലിൽ തന്നെയാണ് ആ സിനിമ ഒരുങ്ങുന്നതെന്നും നമ്മൾ മുന്നേ കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ രീതിയിലാണ് ചിത്രങ്ങളുടെ ആ ഒരു രീതി വന്നിരിക്കുന്നത്. മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ സംഭവിക്കാൻ പോവുകയാണ്. 11 വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു. ഇരു താരങ്ങളും ഒരുമിച്ചെത്തുന്ന ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാകും ഏറ്റെടുക്കുക. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആന്റണി പെരുമ്പാവൂരും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നിരുന്നു. അതിന് താഴെ ഇരുവരും കൈകോർക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഇമോജിയൊക്കെ കൊടുത്ത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒന്നിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു സർപ്രൈസ് അന്ന് തന്നെ പൊട്ടിച്ചിരുന്നു. പിന്നീട് അമ്മയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിവാദങ്ങളും ഹേമ കമ്മിറ്റി വിശേഷങ്ങളും വന്നപ്പോൾ ആ ഒരു വിശേഷത്തെക്കുറിച്ചുള്ള വാർത്തകളെ ഇല്ലാതായി. എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചെടുക്കുന്ന സിനിമയുടെ പ്രധാനപ്പെട്ട ലൊക്കേഷനായി എത്തുകയാണ് ശ്രീലങ്ക. സിനിമയുടെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 15 ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. മലയാളം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആൻഡോ ജോസഫും സംവിധായകൻ മഹേഷ് നാരായണനും നിർമ്മാതാവ് CV സാരഥിയുമാണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. MP യാദമിനി ഗുണവർദ്ധന, അഡ്വൈസർ സുഗീശ്വര സേനാധീര എന്നിവരും ഒരുമിച്ച് ചേർന്ന ആ ചർച്ച ഉണ്ടായതായിട്ട് ആണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇരുവരുടെയും സാന്നിധ്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുമായിട്ടുള്ള വലിയ കൂടിക്കാഴ്ച മലയാളി പ്രൊഡ്യൂസേഴ്സും സംവിധായകനും കൂടി നടത്തിയത്. 30 ദിവസം ശ്രീലങ്കയിലായിരിക്കും സിനിമ ചിത്രീകരിക്കുക. കൂടാതെ കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും ഈ സിനിമയുടെ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതേസമയം ഈ വമ്പൻ പ്രൊജക്ടിലൂടെ രാജ്യത്തിലേക്ക് കൂടുതൽ സിനിമാ പ്രവർത്തകരെ ആകർഷിക്കാനാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ നാണയ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ സാധ്യതകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ശ്രീലങ്കയെ ചിത്രീകരണ സ്ഥലമായി തെരഞ്ഞെടുത്തതിന് പ്രധാനമന്ത്രി ഗുണവർദ്ധന നന്ദി അറിയിച്ചത്. ദി എലിഫന്റ് വാക്ക്, ടാർസൻ, ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വായ് തുടങ്ങിയ രാജ്യാന്തര സിനിമകളുടെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന നിലയിൽ ലോക സിനിമയായാലും ശ്രീലങ്ക സുപ്രധാനമായ അടയാളമായി മാറിയിട്ടുണ്ടായിരുന്നു. അഭിലഷണീയമായ ചിത്രീകരണ കേന്ദ്രമെന്ന നിലയിൽ ശ്രീലങ്കയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ പുതിയ പദ്ധതി സഹായിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷകൾ. വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയിലാണ് മമ്മൂട്ടി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. മോഹൻലാൽ സംവിധാനം ചെയ്ത് നായകനായെത്തുന്ന ബാറോസ് ഒക്ടോബറിൽ തിയേറ്ററിൽ എത്താൻ പോവുകയാണ്. 50ഓളം സിനിമകളിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ട ഈ താരരാജാക്കന്മാർ അവസാനം ഒന്നിച്ചെത്തിയത് 2013 പുറത്തിറങ്ങിയ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി എന്ന സിനിമയിലൂടെയായിരുന്നു. രഞ്ജിത്ത് സംവിധാനത്തിൽ വന്ന ചിത്രം തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള ചലനമൊന്നും ഉണ്ടാക്കിയില്ല. നിരൂപക പ്രശംസ നേടിയെങ്കിലും സിനിമ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെയും സാമ്പത്തികമായി പരാജയപ്പെടുകയുമാണ് ഉണ്ടായത്. ഏതായാലും ആ ഒരു വലിയ കൂട്ടായ്മ വീണ്ടും ഒരുമിക്കുമ്പോൾ വമ്പൻ സിനിമ, വമ്പൻ ഹിറ്റ് എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുമ്പോൾ ഇരുവരുടെയും സിനിമകളിലെ ആ ഒരു ബയോഗ്രഫി നോക്കുവാനും ഒപ്പം തന്നെ ഇരുവരുടെയും നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ അറിയുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. ആ ഒരു കാര്യം നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.